ഇപ്പോൾ LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്ഥിതിയെടുത്ത് പരിശോധിക്കുമ്പോൾ വയനാട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ്. തോൽവി ഉറപ്പായി മുമ്പ് കണ്ടുകൊണ്ടുള്ള ഒരു നിലയാണല്ലോ അവിടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എടുക്കാൻ കഴിഞ്ഞു. എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. അത് മുൻകൂട്ടി തന്നെ എന്നാലും നല്ല മുന്നേറ്റമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. വയനാടിൻ്റെ പ്രശ്നം ആലോചിക്കുമ്പോൾ 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, 2024 രാഹുൽ ഗാന്ധി മത്സര സമയത്ത് കിട്ടിയ വോട്ട്, ഇപ്പോഴത്തെ വോട്ട്, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, ഈ 3 വോട്ടിൻ്റെയും എണ്ണം പരിശോധിക്കുന്ന സമയത്ത് താരതമ്യേന കുറവാണ്. 2019 നിന്ന് 2024 കുറഞ്ഞു. 2024 നിന്ന് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും UDF ലഭിച്ച വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷത്തിൽ വർധനവുണ്ട്. അത് സ്വാഭാവികമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യാവുന്ന മുഴുവൻ വോട്ട് സമാഹരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ സ്ഥിതി. അത് ഭാവിയിലുള്ള കേരളത്തിൻ്റെ ഭാവി തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇതാണ് പൊതുസ്ഥിതി. എല്ലാ ജനവിഭാഗങ്ങളുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ടുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വർഗീയതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ഉയർത്തുന്നുണ്ട്. അത് ജനങ്ങൾ പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അംഗീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അംഗീകരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ജനവിധി പൊതുവെ ഞാൻ അംഗീകരിക്കുന്നു. എന്നില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സോറി, നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചതെങ്കിൽ നിങ്ങളത് തിരുത്തണം. ഈ സഖ്യം കൂടി വന്നതിൻ്റെ വിജയമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ സഖ്യത്തിന് പ്രധാനപ്പെട്ട പങ്ക് ഇക്കാര്യത്തിലുണ്ട്. അതല്ലാതെ ഇവർ വന്നതുകൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സഖ്യം കേരളത്തിൽ ഉടനീളം രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലും ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. അതാണ് ഒരു മഴവിൽ സഖ്യം എന്നൊക്കെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഈ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന് ശരിയല്ലാത്ത നിലയിൽ വ്യാഖ്യാനിക്കരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ പറയുന്നത് ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം എന്ന് നിലപാടായ. അതെല്ലാം നമുക്ക് പരിശോധിക്കാം. പ്രചരണത്തിന് അതെല്ലാം നമുക്ക് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബോധത്തെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യില്ല. താങ്കൾ ഈ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ എങ്ങനെ ചോദ്യം ചെയ്യല്ല? അത് ഞങ്ങൾക്ക് വിട്. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരാണല്ലോ. ഞങ്ങളെല്ലാം വിമർശനം അതുകൊണ്ടാണല്ലോ കേൾക്കുന്നത്. പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിയെയോ പാർട്ടി നേതൃത്വത്തെയോ വിമർശിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിക്കോ? വിമർശനം വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യും. അതാണ് ആ കാര്യത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പത്രത്തിൻ്റെ പരസ്യത്തിൻ്റെ പ്രശ്നം എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. പരസ്യത്തിൻ്റെത് SDPയും ജമാഅത്തെ ഇസ്ലാമിയും UDFനൊപ്പം സജീവമായി അണിനിരന്നു എന്ന വിമർശനം ഉയർത്തുകയാണ് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ. വയനാട് തെരഞ്ഞെടുപ്പ് നടന്നത് പ്രത്യേക അന്തരീക്ഷത്തിലാണ്. അവിടെ ഇടതുപക്ഷത്തിന് നിലവിൽ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉൾക്കൊണ്ടതാണ് എന്ന് ടി പി രാമകൃഷ്ണൻ പറയുന്നു.